Sai Kumaran, everybody, Choku, okay, everybody, yeah. Sorry, I'm so nervous, but yeah, I don't know what else to say, but I hope you guys enjoy the movie. അടുത്തിടെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ പുതിയ സിനിമയുടെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോകളും അതിന് താഴെ വന്ന കമന്റുകളും കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അതിലെ കമന്റുകളൊക്കെ ഇങ്ങനെ, ഈ കൊച്ചിന് വല്ല കുഴപ്പവുമുണ്ടോ, ഇത് സ്പ്രിങ് വിഴുങ്ങിയിട്ടുണ്ടോ, പണവും പദവിയും ഉണ്ടെങ്കിൽ ഏത് മന്ദബുദ്ധിക്കും സിനിമയിൽ അഭിനയിക്കാം ഇത്യാദി കമന്റുകൾ. ഒരാൾ പുതിയൊരു മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെയും ക്യാമറകളുടെയും മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ഒരു സഭാഹമ്പം, അത് എന്താണെന്ന് ചിന്തിക്കാതെ ചിലർ വളരെ മോശമായ രീതിയിലാണ് അതിനെ തോളുന്നതും അധിക്ഷേപിക്കുന്നതും. ആദ്യമായി ഒരു വലിയ വേദിയിൽ മൈക്കുമായി നിൽക്കുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ഒരു കാര്യമേ ആ കുട്ടിക്ക് ഉണ്ടായുള്ളൂ. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്നാണ്. എന്നാൽ അതിനെ വന്ന ചില കമന്റുകളൊക്കെ എന്ത് മോശമാണ്. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, മാനസികമായ അസുഖമുണ്ടോ, എന്തൊക്കെയാണ് പലരും ചോദിക്കുന്നത്. സിനിമയെയോ ഒരാളുടെ നിലപാടുകളെയോ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. വിസ്മയയുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ളവർക്ക് അത് മാന്യമായി പറയാം. എന്നാൽ മാനസിക നില തെറ്റിയവൾ, മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നത് വിമർശനമല്ല, അത് വെറും സൈബർ അധിക്ഷേപവും ബുള്ളിങ്ങുമാണ്. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അവർ കഴിവ് തെളിയിക്കട്ടെ. അവർ സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കുമോ ഇല്ലയോ എന്നത് അവരുടെ അഭിനയത്തെയും കഴിവിനെയും ആശ്രയിച്ചിരിക്കും. എന്നാൽ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ വ്യക്തിപരമായി ആക്ഷേപിച്ച് തളർത്തുന്നത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. സിനിമ നല്ലതാണെങ്കിൽ ഇനി ആര് കാണണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ കാണുക തന്നെ ചെയ്യും. അനാവശ്യമായി ആളുകളെ വ്യക്തിഹത്യ നടത്തുന്ന ഈ രീതിയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ കുട്ടിയുടെ ഒരു അഭിപ്രായം പറഞ്ഞതിനെ ചൊല്ലി ഒരുപാട് വിമർശനങ്ങൾ ആ കുട്ടി നേരിടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു പുറമെ ഇത്രയും ഒരു കുട്ടിയെ ബുള്ളിങ് ചെയ്യുമ്പോൾ നോക്കിയിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞത്.